പ്രിയ കലാസ്നേഹിതരെ, ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥയാണ് കാസറ്റ്. കാസറ്റോ? വെറും കാസറ്റ് അല്ല കേട്ടോ, ഓഡിയോ കാസറ്റ്. പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ, അയ്യോ പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ, അയ്യോ പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ. മറിച്ചിട്ട് കേൾക്കാം, തിരിച്ചിട്ട് കേൾക്കാം, മറിച്ചിട്ട് കേൾക്കാം, തിരിച്ചിട്ട് കേൾക്കാം, അയ്യോ എന്നെ ഫംഗസ് ആക്കരുത്, പള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ, അയ്യോ വള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ, ഉള്ളിൽ പേനയിട്ട് കറക്കരുതേ നാട്ടാരേ, അയ്യോ വള്ളി വലിച്ചൂരല്ലേ നാട്ടാരേ. അതെ പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ കാസറ്റിന്റെ ജീവിതം, ആ പാവപ്പെട്ടവന്റെ ജീവിതം റീവൈൻഡും ഫോർവേഡും ചെയ്ത് അങ്ങനെ കറങ്ങി നടന്ന കാലം. അവിടെ വെച്ചാണ് നമ്മുടെ കഥാനായികയായ കാസറ്റ് പെണ്ണിന് നമ്മുടെ കാസറ്റ് കണ്ടുമുട്ടിയത്. അങ്ങനെ അക്കാലത്ത് പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് പ്രണയഗാനങ്ങളിലൂടെ അവർ അവരുടെ പ്രണയ രഹസ്യങ്ങൾ കൈമാറി. അനുരാഗപരവശയായ അവന്റെ മുന്നിലേക്ക് ദാ നമ്മുടെ കാസറ്റ് പെണ്ണ് അതാ നാടൻ കുടുങ്ങി നടന്നു വരികയാണ്. അതെ, മറ്റാരുമല്ല, നമ്മുടെ കഥാനായികയുടെ പേരാണ് നിസരി. നിസരിയോ? അതെ, നമ്മുടെ കഥാനായികയായ കാസറ്റ് നിസരി പെണ്ണ്. അതെ, നമ്മുടെ കാസറ്റ് നിസരി പെണ്ണിനോട് പറഞ്ഞു, ടേപ്പിലിട്ട് ബട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടിച്ചു കേൾക്കും നിന്നെ ഞാൻ, വീണ്ടും ടേപ്പിലിട്ടു കേൾക്കും നിന്നെ ഞാൻ. ടേപ്പിലിട്ട് ബട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടിച്ച് കേൾക്കും നിന്നെ ഞാൻ, കാസറ്റി ടേപ്പിലിട്ട് കേൾക്കും നിന്നെ ഞാൻ. ഉള്ളിൽ കിടന്നു വീണ്ടും വള്ളി കുരുങ്ങിപ്പോയാൽ പുത്തൻ റിബൺ നൽകിയിടും ഞാൻ, എൻ കാസറ്റി പുത്തൻ റിബൺ നൽകിയിടും ഞാൻ. എ സൈഡും മറിച്ചിട്ട് ബി സൈഡും മറിച്ചിട്ട് കാസറ്റ് പ്ലേ ചെയ്തിടും ഞാൻ, എൻ കാസറ്റി ലവ് ഗാനം പ്ലേ ചെയ്തിടും ഞാൻ. ടേപ്പിലിട്ട് ബട്ടണമർത്തി വള്ളി കുരുങ്ങിയാൽ ഊരിയെടുത്ത് ഓട്ടിച്ച് കേൾക്കും നിന്നെ ഞാൻ, എൻ കാസറ്റി ടേപ്പിലിട്ടു കേൾക്കും നിന്നെ ഞാൻ. അതെ പ്രിയമുള്ളവരെ, പുത്തൻ കവറിൽ നിന്നും ഇറങ്ങി വന്ന നമ്മുടെ കാസറ്റ് പെണ്ണിന്റെ എ സൈഡ് കണ്ട് നമ്മുടെ കാസറ്റ് ഞെട്ടി. അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് അവളുടെ ബി സൈഡും കണ്ടത്. ബി സൈഡോ? അതെ, കാസറ്റിയുടെ മറുവശം. ഓ, അങ്ങനെ. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആരോ അവരുടെ പ്രണയം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് വീട്ടുകാരെ മുഴുവൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. ആരാണവർ? ആരാണവർ? കാലം കടന്നുപോയി. അക്കൊല്ലത്തെ ഓണം എത്തി. പെണ്ണിന്റെ വീട്ടുകാർ ഓണം എത്തിയെന്ന് അറിയിക്കാൻ ഒരു കാസറ്റ് ഇറക്കി. ആ കാസറ്റിന്റെ പേരാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം. അതെ, ആ കാസറ്റ് ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ചെറുക്കന്റെ വീട്ടുകാരും വെറുതെ ഇരുന്നില്ല. അവരും ഇറക്കി മറ്റൊരു കാസറ്റ്. ആ കാസറ്റിന്റെ പേരാണ് ദേ മാവേലി കൊമ്പത്ത്. ആ ഓണക്കാലങ്ങളിൽ ഇവർ തമ്മിൽ മത്സരമായിരുന്നു. ഒരിഞ്ഞ മത്സരം. അതെ, സമകാലിക വിഷയങ്ങളെ കോർത്തിണക്കി പാരടിയും കോമഡിയും കാട്ടയ്ക്ക് കൂത്തിക്കേറ്റി ഒരൊന്നാം തര മത്സരം.